സ്ട്രെസ് ഇൻഫെർട്ടിലിറ്റി കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇപ്പോൾ പെൺകുട്ടികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോഴത്തേന് ഇപ്പം ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷയുടെ പേടി വരുമ്പോൾ അവരുടെ പീരീഡ്സ് പോലും മാറിപ്പോകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു 4-5 വർഷം മുമ്പ് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് നമ്മൾ IVF ഷെഡ്യൂൾ ചെയ്തായിരുന്നു. അപ്പോൾ സാധാരണ നമ്മളൊരു IUI ഒക്കെ ചെയ്യുമ്പം നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല വിധത്തിൽ അണ്ടങ്ങളൊക്കെ കാണുന്നതാണ്. IVFിലോട്ട് വന്നു. ആ കുട്ടി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഞാനൊരു നല്ല ഹൈ ഡോസ് ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടും ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഓവറിൽ ഒരു റെസ്പോൺസും ഇല്ല. ഹാർഡ്ലി 1-2 ആകുന്നുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് നല്ലതല്ല. ഞാൻ ആ കുട്ടിയോട് എക്സ്പ്ലെയിൻ ചെയ്തു, ഇത് നല്ല വിധത്തിലല്ല പോകുന്നത്, യു ഹാവ് ടു കൺസിഡർ സ്റ്റോപ്പിംഗ് ദിസ്. ആ പുള്ളിക്കാരി പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എൻ്റെ ഔട്ട്കമ്മിനെ പറ്റി ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്, എനിക്കും അത് മനസ്സിലാക്കാൻ ഉണ്ടായിരുന്നു, മേ നോട്ട് ബി ഗുഡ്. ഞങ്ങൾ രണ്ടുപേരും ആ തീരുമാനം എടുത്തു. വി സ്റ്റോപ്പ് ദ സൈക്കിൾ. ആൻഡ് ആഫ്റ്റർ 2 months പുള്ളിക്കാരി കുറച്ച് റിലാക്സേഷനും യോഗയൊക്കെ ചെയ്തതിന് ശേഷം സി കെയിം ബാക്ക്. IVFിലോട്ട് തന്നെ പോയി വിത്ത് മോറൽ ദ സെയിം മെഡിസിൻ. ആ കുട്ടി 18 യൂസേഴ്സ് കൊടുത്തു. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് സ്ട്രെസ് എടുത്താൽ നമ്മുടെ ഹോർമോൺസിൽ ഇംബാലൻസ് വരും. അത് ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കും, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കും, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കും. എന്തിനാ ചുമ്മാ സ്ട്രെസ് എടുക്കുന്നത്? ബി ഹാപ്പി, തിങ്സ് വിൽ ഓൾ ഹാപ്പൻ ഫോർ ഗുഡ് ഫോർ യു. നമ്മളൊക്കെ ഇല്ല ഇവിടെ, നിങ്ങളിങ്ങ് വാ, നമുക്ക് ശരിയാക്കാം.